നമസ്കാരം. പ്രധാന വാർത്തകൾ. വൈത്തരിയിലെ റെസ്റ്റോറന്റിൽ നിന്നും ബിരിയാണി കഴിച്ച ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഭക്ഷ്യവിഷബാധ. വൈത്തരിയിലെ റെസ്റ്റോറന്റിൽ നിന്നും ബിരിയാണി കഴിച്ച ചാത്തമംഗലത്ത് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഭക്ഷ്യവിഷബാധ. 11 വയസ്സുകാരിയെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ചാത്തമംഗലം വെള്ളന്നൂർ സ്വദേശി രാജേഷ്, ഭാര്യ ഷിംന, മക്കളായ ആരാധ്യ, ആദിത് എന്നിവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ആരാധ്യ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മറ്റുള്ളവരുടെ നില തൃപ്തികരമാണ്. മദ്യലഹരിയിൽ അമ്മയെ അകത്തിട്ട് പൂട്ടി മകൻ വീടിന് തീവെച്ചു. തിരുവനന്തപുരത്ത് വെമ്പായം പ്ലാക്കീട് സ്വദേശിയായ ബിനുവാണ് വീടിന് തീവെച്ചത്. രാവിലെയായിരുന്നു സംഭവം. നാട്ടുകാരെത്തി തീ അണച്ചതിനാൽ ദുരന്തം ഒഴിവായി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് മാണിക്കാലിലാണ് ദാരുണ സംഭവം നടന്നത്. ഇയാൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ നാട്ടുകാർ നേരത്തെ നിരവധി പരാതി നൽകിയിട്ടുണ്ട്. 2 ദിവസം മുമ്പേ മാതാവിനെ വിളിച്ചു വരുത്തി തലയിൽ ചൂടുവെള്ളം ഒഴിച്ചിരുന്നു. പരിസരവാസികൾക്ക് ശല്യമാണ് ബിനുവെന്ന് നാട്ടുകാർ പറയുന്നു. യുവാവിനെ പോലീസ് ലഹരി വിമോചന ചികിത്സയ്ക്കായി പേരൂർക്കടയിലേക്ക് കൊണ്ടുപോയി. സിദ്ധാർത്ഥിന്റെ മരണം, പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 19 വിദ്യാർത്ഥികൾക്കാണ് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് സാക്ഷിമൊഴികൾ നിർണായകമാണെന്നും പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും CBI വാദിച്ചെങ്കിലും ഇത് കോടതി തള്ളി. കേസ് അവസാനിക്കുന്നവരെ പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുതെന്നും സംസ്ഥാനം വിട്ടു പോകരുതെന്നും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉപാധികളായി കോടതി വ്യക്തമാക്കി. പാസ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കണം. വിവാഹം കഴിക്കാൻ നിർബന്ധിച്ച കാമുകിയെ കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ഹരിപ്പാട് വേട്ടുവേനി താമരശ്ശേരിയിൽ കിഴക്കതിൽ S രാജേഷിനെയാണ് മാവേലിക്കര അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി KN അജിത് കുമാർ ശിക്ഷിച്ചത്. ഹരിപ്പാട് വെട്ടുവേനി കിഴക്കടംപള്ളിയിൽ വീട്ടിൽ S സുനിത കൊല്ലപ്പെട്ട കേസിലാണ് രാജേഷിനെ ശിക്ഷിച്ചത്. ഓട്ടോറിക്ഷ കെട്ടിവലിച്ചു കൊണ്ടുപോയ കയറിൽ കുരുങ്ങി വീണു. വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ആലുവ കമ്പനിപ്പടിയിലാണ് സംഭവം. കുന്നത്തുംകരയിൽ എളമന തൂമ്പാളിയിൽ ഭഗതാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. കേടായ ഓട്ടോറിക്ഷ കയറിൽ കെട്ടി വലിച്ചുകൊണ്ടു പോവുകയായിരുന്ന കയറിലാണ് വിദ്യാർത്ഥിയുടെ കഴുത്ത് കുരുങ്ങിയത്. നാളെ ISROയിൽ അപ്രന്റീസായി ജോയിൻ ചെയ്യാനിരിക്കെയാണ് മരണം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹോട്ടലിൽ മാലിന്യ ടാങ്കിൽ ശുചീകരണത്തിനിറങ്ങിയ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. ആളെ തിരിച്ചറിഞ്ഞില്ല. ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. കോവൂർ ഇരിങ്ങാടൻ പള്ളിയിലെ ഹോട്ടലിലാണ് ദാരുണ സംഭവമുണ്ടായത്. വൈകിട്ട് 4 മണിയോടെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ തൊഴിലാളികളാണ് മരിച്ചത്. അടച്ചിട്ട ഹോട്ടലിൽ 10 അടി താഴ്ചയിലുള്ള മാലിന്യ ടാങ്കായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം ഇറങ്ങിയ ആൾക്ക് ബോധം നഷ്ടപ്പെട്ടു. പിന്നാലെ രണ്ടാമത്തെ ആളും ഇറങ്ങുകയായിരുന്നു. ഫയർഫോഴ്സ് സംഘം ഉടൻ സ്ഥലത്തെത്തി ഇരുവരെയും പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇരുവരും മലയാളികളാണെന്നാണ് സൂചന. മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മാവേലി സ്റ്റോറിലെ അഴിമതി, മാനേജർക്ക് 4 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും. മാവേലി സ്റ്റോറിലെ അഴിമതി കേസിൽ മാനേജർക്ക് 4 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച കോടതി. ചെങ്ങന്നൂർ അരീക്കര മാവേലി സ്റ്റോറിൽ 3 ലക്ഷം രൂപയിലധികം രൂപയുടെ ക്രമക്കേട് നടത്തിയ മാനേജർ R മണിയെയാണ് കോടതി ശിക്ഷിച്ചത്. കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2007 മുതൽ 2009 വരെ മാനേജർ ആയിരുന്ന കാലയളവിലാണ് ക്രമക്കേട് നടന്നതെന്നാണ് കണ്ടെത്തൽ. വീണ്ടും അതിശക്തമായ മഴ. കേരള തീരത്ത് ചക്രവാത ചുഴി. 7 ജില്ലകളിൽ അലർട്ട്. തെക്കൻ കിഴക്കൻ അറബിക്കടൽ കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ ഫലമായി കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് 4 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, വയനാട്, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പും നൽകി. ആലപ്പുഴയിൽ കുഴിമന്തിക്കട പോലീസുകാരൻ അടിച്ചു തകർത്തു. കുഴിമന്തിക്കട പോലീസുകാരൻ അടിച്ചു തകർത്തു. വലിയ ചുടുകാടിന് സമീപമുള്ള അഹ്ലൻ എന്ന കുഴിമന്തിക്കടയാണ് പോലീസുകാരൻ അടിച്ചു തകർത്തത്. ഇവിടെ നിന്ന് വാങ്ങിയ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം.
ജോസഫ് എന്ന പോലീസുകാരനെ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ പക്കൽ നിന്ന് ആയുധം ഉണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വെള്ളം കയറിയ വീട് വൃത്തിയാക്കുന്നതിനിടെ ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചു. കുട്ടനാട്ടിൽ വെള്ളം കയറിയ വീട് വൃത്തിയാക്കുന്നതിനിടെ ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചു. പുളിങ്കുന്ന് കണ്ണാടി പുതുവൽ വീട്ടിൽ മണിയനാണ് മരിച്ചത്. ജീർണാവസ്ഥയിലായ വീട്ടിൽ നിന്ന് മാറി പുതിയ വീട് വെച്ചാണ് കുടുംബം താമസിച്ചിരുന്നത്. പഴയ വീട് വൃത്തിയാക്കാൻ ഇന്നലെ വൈകിട്ടാണ് മണിയൻ പോയത്. കാണാതിരുന്നതിനെ തുടർന്ന് ഭാര്യ അന്വേഷിച്ച് എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.